നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 10. അങ്ങനെ നമ്മൾ ഇന്ന് മുതൽ ഈ കലണ്ടർ മാസത്തിലെ നിഫ്റ്റിയുടെ ഈ മാസത്തിലെ മൂന്നാമത്തെ ആഴ്ചയിലെ വീക്ക്ലി കോൺട്രാക്ട്സിലേക്ക് എൻ്റർ ആകാൻ വേണ്ടി പോവുകയാണ്. മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഇന്നലത്തെ ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ ചൂടുപിടിക്കുന്ന കാഴ്ചയും, കൂടാതെ ഈ വരാൻ പോകുന്ന ഫെഡ് മോണിറ്ററി പോളിസിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്വാധീനം ചെലുത്താൻ പോകുന്ന ഇവന്റും ഇന്ന് യുഎസിൽ നിന്നുണ്ട്. അവ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ഇന്നലെ ഇറാന്റെ ഭാഗത്ത് നിന്നും യുഎസിന്റെ അപ്പാച്ചെ ഹെലികോപ്റ്റർ തകർത്ത ഒരു നടപടി വന്നു. ഇതിനെതിരെ യുഎസ് ഇറാനെതിരെ ആക്രമണം നടത്തിയതായിട്ട് യുഎസ് സെൻട്രൽ കമാൻഡ് ഏജൻസിയായ സെൻകോം പ്രസ്താവന നടത്തുകയും ചെയ്തു. മാത്രമല്ല, ഈ ഒരു സംഭവത്തെ തുടർന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തങ്ങൾ ഇതിനെതിരെ ഇറാന് പകരം വീട്ടിയിരിക്കുമെന്നുള്ള ഒരു പ്രസ്താവന നടത്തിയിട്ടുമുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രസ്താവന എത്രത്തോളം ഈ പ്രശ്നങ്ങളെ ചൂടുപിടിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം നിലനിൽക്കുന്നുമുണ്ട്. എപ്പോൾ വേണമെങ്കിലും അദ്ദേഹത്തിന്റെ അഭിപ്രായം മാറിമറിയാമെന്നുള്ളതിനാൽ തന്നെ. എന്നാൽ ഇറാന്റെ ഭാഗത്ത് നിന്നും ഹോർമുസ് കടലിടുക്കിൽ അപ്പാച്ചെ ഹെലികോപ്റ്റർ വെടിവെച്ചിട്ട സംഭവം മനഃപൂർവ്വമല്ലെന്നുള്ള പ്രസ്താവനയാണ് ഇറാൻ മുന്നോട്ട് വെച്ചതും. ഇനി മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ HDFC ബാങ്കിനെതിരായ ലീലാവതി ട്രസ്റ്റിന്റെ ഹർജി ബോംബെ ഹൈക്കോടതി തള്ളി. 1000 കോടി രൂപയുടെ മാനനഷ്ട കേസും തള്ളുകയും ചെയ്തു. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പ്രകാരം നിഫ്റ്റിക്ക് 23,100 സൈക്കോളജിക്കൽ ലെവലായ 23,000 എന്നീ ലെവലുകൾ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് ഈ ലെവലുകൾക്ക് മുകളിലായിട്ട് നിലനിൽക്കുന്നിടത്തോളം റേഞ്ച് ബൗണ്ട് ട്രേഡിങ്ങിനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവുകയില്ല. അപ്പർ സൈഡിലേക്ക് 23,500, 23,600 എന്നീ ക്രൂഷ്യലായിട്ടുള്ള ലെവലുകൾ മറികടക്കുന്നതുവരെ. എന്നാൽ അപ്പർ സൈഡിലേക്ക് 23,600 എന്ന ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമേ തുടർന്ന് 23,800, 24,000 എന്നീ ലെവലുകളിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം സാധ്യമാവുകയുമുള്ളൂ. എന്നാൽ അതേസമയം സൈക്കോളജിക്കൽ ലെവലായ 23,000 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് നിഫ്റ്റിക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് തുടർന്ന് സെല്ലിംഗ് പ്രഷറും ഒരുപക്ഷെ വർദ്ധിച്ചേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ഇന്നും ഇന്ത്യയിൽ നിന്ന് പ്രധാനപ്പെട്ട ഇവന്റുകൾ ഒന്നും തന്നെയില്ല. എന്നാൽ യുഎസിൽ നിന്നും വൈകുന്നേരം 6 മണിയോടുകൂടി ഗ്ലോബൽ മാർക്കറ്റും യുഎസ് മാർക്കറ്റും ഒരേപോലെ കാത്തിരിക്കുന്ന ഇവന്റുകളുണ്ട്. അതായത് മെയ് മാസത്തെ മന്ത് ഓൺ മന്ത് ബേസിസിലും ഇയർ ഓൺ ഇയർ ബേസിസിലുമുള്ള കോർ ഇൻഫ്ലേഷൻ ഡാറ്റകളുടെ റിലീസും, കൂടാതെ മന്ത് ഓൺ മന്ത് ബേസിസിലും ഇയർ ഓൺ ഇയർ ബേസിസിലുമുള്ള മെയ് മാസത്തെ ഇൻഫ്ലേഷൻ റേറ്റിന്റെ റിലീസുമാണ് നടക്കാനുള്ളത്. ഈ ഡാറ്റയെ ആശ്രയിച്ചിരിക്കും വരാൻ പോകുന്ന 16, 17 തീയതികളിൽ ഫെഡ് മോണിറ്ററി പോളിസിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനങ്ങളും വരിക. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിലുണ്ടായ അയവും എണ്ണയുടെ വിലയിലുണ്ടായ ശക്തമായ ഇടിവിനെയും തുടർന്ന് സെന്റിമെന്റിനെ ഉയർത്താനായതിന്റെ ഫലമായിട്ടും ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിന് തുടർച്ചയായി ഏതാനും ട്രേഡിംഗ് സെഷനിലെ നഷ്ടത്തിനു ശേഷം നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായെങ്കിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെയും 4,566.03 കോടി രൂപയ്ക്ക് സെല്ലിംഗ് തുടരുകയാണ് ചെയ്തത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 6,159.48 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടർന്നു. ഇനി നമുക്ക് ADR സ്റ്റോക്സുകൾ പരിശോധിക്കാം. ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ കാഴ്ചവെക്കുവാനായ നല്ല പെർഫോമൻസ് ADR സ്റ്റോക്സുകൾക്കും ഇന്നലെ കൈവരിക്കുവാൻ സാധിച്ചു. ആക്സിസ് ബാങ്ക് ADRന് 2% ഡോക്ടർ റെഡ്ഡീസിന് 1%, HDFC ബാങ്ക് ADRന് 1.25%, ICICI ബാങ്ക് ADRന് 2.5% നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി. എന്നാൽ അതേസമയം IT സ്റ്റോക്കുകളിൽ വീക്ക്നെസ് പ്രകടമായിരുന്നു. ഇൻഫോസിസ് ADRന് 0.5%, വിപ്രോയ്ക്ക് 1% നഷ്ടം നേരിടേണ്ടതായിട്ടും വന്നു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെ US മാർക്കറ്റില് ഒരു പക്ഷേ ഇന്ന് ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നതിന് മുന്നോടിയായിട്ടായിരിക്കാം. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു ഫെഡിന്റെ ഭാഗത്ത് നിന്നും ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കിനുള്ള സാധ്യതകൾക്കായിട്ടുള്ള സൂചന വന്നതിനെ തുടർന്ന് US ചിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ ശക്തമായ ഇടിവായിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും തുടർന്ന് തിങ്കളാഴ്ചയും അനുഭവപ്പെട്ടതെങ്കിൽ ഇന്ന് വീണ്ടും USൽ നിന്നും ഇന്ത്യൻ സമയം വൈകുന്നേരം 6 മണിയോടുകൂടി, അതായത് അവരുടെ മാർക്കറ്റ് ഓപ്പൺ ആകുന്നതിന് മുന്നേ തന്നെ മെയ് മാസത്തെ വിവിധ തരത്തിലുള്ള ഇൻഫ്ലേഷൻ ഡാറ്റകൾ വരുന്നതിനാൽ തന്നെ ഇന്നലെയും US മാർക്കറ്റില് ചിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾക്കും
IT സ്റ്റോക്കുകൾക്കും നഷ്ടം നേരിടേണ്ടതായിട്ട് വന്നു. തൽഫലമായി S&P 500 0.5%-യും നാസ്ഡാക്ക് 1%-നടുത്തും നഷ്ടത്തിലാണ് ട്രേഡിംഗ് അവസാനിപ്പിക്കുകയും ചെയ്തത്. US-ലെ ഡോ ജോൺസ് ഫ്യൂച്ചറും നഷ്ടത്തിൽ തന്നെയാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് 1.5%-നടുത്തും ജർമ്മൻ മാർക്കറ്റിന് 0.25%-യും നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ഫ്രാൻസ് മാർക്കറ്റിന് ഫ്ലാറ്റ് ആയിട്ടാണെങ്കിലും പോസിറ്റീവ് സെന്റിമെന്റ്സോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 1%-ലേറെയും കൊറിയൻ മാർക്കറ്റ് 2.25%-ലേറെയും നഷ്ടത്തിലാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. എണ്ണയുടെ വിലയിലും നേരിയ ഉണർവാണ് അനുഭവപ്പെടുന്നത്. ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ 0.85%-ന്റെ ഉയർച്ച അനുഭവപ്പെടുന്നുണ്ട്, അഥവാ $0.75 മുകളിൽ. ബ്രെന്റ് ക്രൂഡിന്റെ വില 93.18 എന്ന നിലയിലേക്കും ക്രൂഡ് ഓയിലിന്റെ വില $81.91 എത്തിച്ചേർന്നപ്പോൾ ഗോൾഡിന്റെ വിലയിൽ വീണ്ടും ഇടിവ് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. $4202.13 ഗോൾഡിന്റെ വില പെർ ഔൺസിന് എത്തിച്ചേരുകയും ചെയ്തു. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽസുകൾ പരിശോധിക്കാം. ഇന്നത്തോടുകൂടി അടുത്ത ആഴ്ചയിലേക്കുള്ള നിഫ്റ്റിയിലെ വീക്ക്ലി കോൺട്രാക്ട്സിൽ ഏകദേശം ഓപ്പൺ ഇൻട്രസ്റ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. PCR 1.06 എന്ന നിലയിലും മാക്സ് പെയിൻ 23,300 എന്ന ലെവലിലുമായിട്ടാണ് നിലകൊള്ളുന്നത്. ഇന്നലെ കൈവരിക്കുവാൻ സാധിച്ച നേട്ടത്തെ തുടർന്ന് 35 എന്ന ലെവലിൽ നിന്നും ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 39.58 എന്ന ലെവലിലേക്ക് നിഫ്റ്റിയുടെ RSIയിൽ ഉയർച്ച രേഖപ്പെടുത്തുകയും ചെയ്തു. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 24,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുക. 23,200 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് പുട്ട് സൈഡിലേക്ക് കാണുവാൻ സാധിക്കുന്നതെങ്കിലും അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ക്വാളിറ്റി പവർ വിശാഖപട്ടണം ആസ്ഥാനമായിട്ടുള്ള ഹൈ വോൾട്ടേജ് സെറാമിക് പോളിമെറിക് ഇൻസുലേറ്ററുകളുടെ നിർമ്മാതാക്കളായ വിൻ സ്പെഷ്യൽ ഇൻസുലേഷൻസിന്റെ ഇക്വിറ്റി ഷെയർ മൂലധനത്തിന്റെ 100%-വും ഏറ്റെടുക്കുന്നതിനായിട്ടുള്ള ടേം ഷീറ്റ് കമ്പനി പൂർത്തിയാക്കി. ഹിന്ദുജ ഗ്ലോബൽ സൊല്യൂഷൻസ് ഉത്തർപ്രദേശ് സർക്കാരിന്റെ സംസ്ഥാന പരിവർത്തന കമ്മീഷനുമായിട്ട് ഒരു ധാരണാപത്രത്തിൽ കമ്പനി ഒപ്പുവച്ചതിനെ തുടർന്ന് പ്രൊജക്ട് ഗംഗയുടെ ലോഞ്ച് കമ്പനി പ്രഖ്യാപിച്ചു. ഡ്രെഡ്ജിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ജൂൺ 9 മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ ശ്രീ ജാസ്മീത് സിംഗ് ബാന്ദ്രയെ അഡീഷണൽ ഡയറക്ടറായിട്ടും ചെയർമാനുമായിട്ട് കമ്പനിയുടെ ബോർഡ് നിയമിച്ചു. MQ ഫാർമസ്യൂട്ടിക്കൽസ് കൊട്ടാക് മഹീന്ദ്ര മ്യൂച്വൽ ഫണ്ട് 36 ലക്ഷം ഷെയർസ് അഥവാ 1.89% വരുന്ന സ്റ്റേക്ക് സ്റ്റോക്കിൽ സ്വന്തമാക്കി. അജന്ത ഫാർമ പ്രൊമോട്ടർ സ്ഥാപനമായ രവി അഗർവാൾ ട്രസ്റ്റ് അജന്ത ഫാർമയിലെ 34 ലക്ഷം ഓഹരികൾ അഥവാ 2.76% വരുന്ന സ്റ്റേക്ക് 1,023.96 കോടി രൂപയ്ക്ക് വിറ്റു. NTPC രാജസ്ഥാൻ ആണവ പദ്ധതിക്കായിട്ട് 10,000 കോടി രൂപയിലധികം രൂപയുടെ ടെൻഡർ ആരംഭിക്കുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ഏവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.